ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇതിന് ഇപ്പം മാഷ് പറഞ്ഞ ജസ്ല പറഞ്ഞ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് ബോധമുണ്ട്. അതിന് കൂടെ നമ്മൾ കൊടുക്കുന്ന ഹിൻ്റാണ്, ഒരു 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 സൂചനയാണ്, വായിക്കാനുള്ളൊരു പ്രേരണയാണ്, ചിന്തിക്കാനും പഠിക്കാനുള്ള ഒരു ആഹ്വാനം മാത്രമാണ്. ബാക്കി എല്ലാവരും സ്വന്തം നിലക്ക് മുർത്തതായവരാണ്. അതിൻ്റെ ഒന്നും കുറ്റം ഞങ്ങളെ തലയിൽ വെക്കണ്ട. ആരെങ്കിലും ഈമാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അവരവർ തന്നെ ആലോചിച്ചും പഠിച്ചും അവർക്ക് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. ഇത് തന്നെയല്ലേ പിശാചിന്റെയും സ്വഭാവം? തീർച്ചയായും ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നോക്കൂ. വിധി തീർപ്പുണ്ടായി കഴിഞ്ഞാൽ പിശാച് പറയും, അല്ലാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനമാണ് നൽകിയത്, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു, പക്ഷേ ഞാനത് ലംഘിച്ചു. എനിക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചുവെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതിനാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല, നിങ്ങൾക്ക് എന്നെയും രക്ഷിക്കാനാവില്ല. നേരത്തെ നിങ്ങൾ എന്നെ അല്ലാഹുവിന് പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ നിഷേധിക്കുന്നു. തീർച്ചയായും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്.